ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയറ വെക്കാന്നല്ല. സമസ്ത കേരള ജമിയത്തുലമ, സമസ്ത കേരള ജമിയത്തുലമയുടെ ആ ഐക്യമൊന്നും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് ഉണർത്തുകയാണ്. ഈ ഐക്യം ഇവിടെ നിൽക്കും. സമസ്ത കേരള ജമിയത്തുലമയുടെ 100ാം സമ്മേളനം ഇവിടെ വരാൻ പോകുന്നത്. ഈ ഇരിക്കുന്ന സാധാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടിയെന്നും കൊണ്ടിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സമസ്ത കേരള ജമിയത്തുലമ എന്ന നമ്മുടെ ഈ രാജ്യത്തൊക്കെ നമ്മൾ ഇവിടെ വിശുദ്ധമാവുന്നതായ ഈ ദീനിൻ്റെ ഈ പ്രചരണവും അതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ കൂട്ടായ്മയാണ്. പരസ്പരം ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ ഉലമാവും കൂടിയുള്ളതായ ഈ കൂട്ടായ്മ ഇത് ഏത് കാലത്തും ആവശ്യമാണ്. റസൂലുള്ളാഹിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ദീനിവിടെ നിലനിൽക്കാന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ വേണം. പണ്ഡിതന്മാരുണ്ടായാൽ മാത്രം പോരാ, സമ്പന്നരും വേണം. സമ്പന്നര് മാത്രം പോരാ, അത് ഇവിടെ സാധാരണക്കാരും വേണം. മഹാന്മാരാവുന്ന തെർബിയത്തിന് പറ്റുന്നതായ മശായിഖന്മാർ ഇവിടെ ഉണ്ടാവണം. ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട്. വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമാവുന്ന ഈ ഘടകങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ദീൻ ഇവിടെ നിലനിൽക്കും. അപ്പം ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെ മുഴുവൻ പരിഗണിച്ചുകൊണ്ട് ഇവിടെ ദീനിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇവിടത്തെ മഹാന്മാരാവുന്ന വ്യക്തികളെ അവരെ നമ്മൾ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ പാടില്ല. ഇവിടുന്ന് ആർക്കും ആരെയും ആക്ഷേപിക്കാലോ. അപ്പോൾ അവിടെ സാദാത്തുക്കളെ ആക്ഷേപിക്കുന്നതായ ഒരു സ്വഭാവം, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സാദിഖ് അലി തങ്ങൾ അടക്കമുള്ളവർക്ക് അവർക്കൊക്കെ വിഷമുണ്ടാവുന്നതായ ചില ആക്ഷേപങ്ങളോ പ്രവൃത്തികളൊക്കെ ആരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. ആ നിലക്ക് ഈ ബന്ധം സുശക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. സമസ്ത കേരള ജമിയത്തുലമ ഒരു മതസംഘടനയാണ്. അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാവുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട്. ആ നിലക്ക് മാത്രമേ സമസ്ത കേരള ജമിയത്തുലമക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതനുസരിച്ചുകൊണ്ട്